ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം തുടങ്ങിയ പ്രായചതുഷ്ടങ്ങളിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കാനൊരവസരം കിട്ടിയാൽ നിഷ്പ്രയാസം നമ്മളൊക്കെ തിരഞ്ഞെടുക്കുന്നത് ബാല്യം തന്നെയായിരിക്കും അല്ലേ? കുട്ടിക്കാലത്തെ മാധുര്യമൂറുന്ന സ്മൃതികളായവർക്ക് ആരും തന്നെ ഉണ്ടാവില്ല. മണ്ണപ്പം ചുട്ടും മരം കയറിയും മഴ നനഞ്ഞും കൊത്താങ്കല്ല് കളിച്ചും കുളം കലയ്ക്കും അങ്ങനെ ആസ്വാദനത്തിൻ്റെ നീണ്ട നിര തന്നെ ഉണ്ടാവും നമുക്കൊക്കെ പറയാൻ. ഞാനെന്ന വ്യക്തിയുടെ സകല കൊള്ളരുതായ്മയ്ക്കും കുട്ടിക്കാലം മുതലേ കൂടെ നിന്നൊരു കളിക്കൂട്ടുകാരിയുണ്ട്. ഇത്തിരി മോഡേണായി പറഞ്ഞ ഞാനെന്ന വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ കുട്ടിക്കാലം മുതലേ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി, അതെ, ഇത് അവളുടെ എൻ്റെയും കഥയാണ് കേട്ടോ. പണ്ട് അമ്മായുടെ പറമ്പിലെ സകല പറങ്കി മാവുകളും ഞങ്ങളുടെ താവളങ്ങളായിരുന്നു. അന്നൊക്കെ ഞങ്ങളെ വല്ല മറ്റൊരു മരങ്കറികളില്ലെന്ന് വേണം പറയാൻ. കാലിങ്ങനെ വീണ്ടും ഒഴുകിക്കൊണ്ടേയിരുന്നു. പണ്ടേ പഠിപ്പിൽ അവളൊരു മിടുക്കായിരുന്നതുകൊണ്ട് പഠിച്ചൊരു ഡോക്ടറായി ഹോസ്പിറ്റലിലേക്കും ഞാൻ നേരെ കിച്ചണിലേക്കും വഴി മാറിപ്പോയവരാണെങ്കിലും ഇന്നും എൻ്റെ ഉള്ളിലെ കെട്ടണയാത്ത തിരികൾക്കൊക്കെയും ആത്മവിശ്വാസത്തിൻ്റെ എണ്ണ ഒഴിക്കുന്നതിൽ അവളൊരു കുറവ് വരുത്താറില്ല കേട്ടോ. അതെ, ഇന്ന് ഞാൻ എൻ്റെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ മകൻ്റെ ടീച്ചേഴ്സിന് വേണ്ടി ഉണ്ടാക്കുന്ന ഹാമ്പേഴ്സ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഹാമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.